ബബ്ബബ്ബ യോഗല്ലേ അമ്മിണിയെ പായ അങ്ങോട്ട് മടക്കിക്കളാ. എന്താണ് പായ അങ്ങോട്ട് മടക്കിക്കളാ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ദിലീപിന്റെ ബബ്ബബ്ബ, ദിലീപിന് മാത്രമല്ല ലാലേട്ടന്റെ ബബ്ബബ്ബ കണ്ടു. ബബ്ബബ്ബനെ പറ്റി ഇപ്പൊ എന്താ പറയാന്നാണ് ആലോചിക്കുന്നത്. വേറും വെറുപ്പിക്കല് നടന്നു കഴിഞ്ഞാല് വെറുപ്പിക്കല് ചളി കോമഡി. കാരണം ഈ ഇന്നലത്തെ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദിലീപ് ഓൾറെഡി ഇപ്പൊ ഈ തൂറ്റിപ്പോയ പടങ്ങളൊക്കെ ഇങ്ങനെ ചളിയോടുകൂടി ചളിയുടെ മാസ്മരികതൊക്കെ അവതരിപ്പിച്ചുകൊണ്ടിരുന്ന തൂറ്റിപ്പോയ സിനിമകളായിരുന്നു ദിലീപിന്റെ കഴിഞ്ഞതൊക്കെ. ഇപ്പൊ ബബ്ബബ്ബ വന്നിട്ടുണ്ട്. ബബ്ബബ്ബ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, മറ്റേ ഈ ഇടുക്കിക്കാരും മറ്റുള്ളവരൊക്കെ ഭാഷയിൽ അപരാധം എന്നൊക്കെ പറയില്ലേ, അന്ന പോലത്തെ ഐറ്റംസ് ആണ് ഈ കാട്ടിക്കൂട്ടി. ചളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരും ചളി. അതുകൊണ്ടാണ് സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞത് യോഗ എല്ലമ്മണിയെ പായണ്ട് മടക്കിക്കളാണ്. ഒരുപാട് ഹൈപ്പ് കൊടുത്തിട്ട് സിനിമ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കല്. വലിയ ഹൈപ്പിലാണ്ട് വരും, എന്നിട്ട് അവസാനം ഒറ്റടിക്കണ്ട് മൂക്ക് കുത്തിക്കും. പാട്ടിനെ പറ്റി ഓൾറെഡി കണ്ടതാണ്. പാട്ട് ഒരു അടിപൊളി പാട്ട് എന്നൊക്കെ പറഞ്ഞൊരു പാട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ പാട്ടൊക്കെ നമ്മൾ കണ്ടതാണ്. അഴിഞ്ഞാട്ടം അതെന്തായി വല്ലാത്തൊരു അഴിഞ്ഞാട്ടമായി മാറി. അപ്പൊ ദിലീപ് ഇങ്ങനത്തെ സിനിമകൾ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത്, ജനങ്ങൾ ഇഷ്ടപ്പെടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പഴയ കാലഘട്ടമല്ല, പുതിയ കാലഘട്ടമാണ്. അപ്പൊ ഈ കാലഘട്ടത്തിനനുസരിച്ചുള്ള കോമഡി ഐറ്റംസ് ഒക്കെ വെച്ചേക്ക് കുഴപ്പമില്ല. എന്തൊക്കെ കാട്ടിക്കൂട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ കാട്ടിക്കൂട്ടും, അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം സിനിമ കണ്ട് നമ്മളെ മണിക്കൂറുകൾ നഷ്ടപ്പെടാൻ എന്തെങ്കിലും ഒരു ഗുണം വേണ്ട. ഒന്നില്ലെങ്കിൽ ചിരിക്കണം, അല്ലെങ്കിൽ ആക്ഷൻ രംഗങ്ങൾ കണ്ടിട്ട് ഇങ്ങനെ ആർമാദിക്കണം, അല്ലെങ്കിൽ പാട്ടുകൾ കേട്ടിട്ട് ഇങ്ങനെ മനോഹാരിത പുളകിതരാക്കണം എന്നൊക്കെ പറഞ്ഞ പോലെ പുളകിതരാക്കണം എന്ന് പറഞ്ഞതുപോലെ ഇതിനൊക്കെ വേണ്ടേ. അതുമില്ല ഇതുമില്ല ഒന്നുമില്ല, ഹലാക്കിന്റെ ഔലിസും കഞ്ഞി എന്ന് പറഞ്ഞ പോലെ. അപ്പൊ പടം മൊത്തത്തിൽ എന്തായി, ആകെ നാശകോസാക്കി ഹലാക്കിന്റെ ഔലിസും കഞ്ഞാക്കി ഉപ്പേരിച്ച പോലാക്കി. ലാലേട്ടന്റെ എൻട്രി എന്ന് പറഞ്ഞാൽ ലാലേട്ടന് കോമഡി ഗില്ലി രാജ. അപ്പൊ അത് ലാലേട്ടൻ അങ്ങനത്തെ അഭിനയങ്ങള് അഭിനയിക്കരുതിട്ട. കാരണം ഇതൊക്കെ ജനങ്ങള് വിലയിരുത്താണ്. നല്ല ഹൈപ്പിലെത്തിയിരിക്കുന്ന സമയമാണ് ലാലേട്ടന്റെ. അപ്പൊ ആ സമയത്താണ് കുറെ റെഫറൻസ് ഒക്കെ ആയിട്ടുള്ള ഈ വരവ്. ചേട്ടാ, ഈ ആദ്യ ഐറ്റംസ് ഒന്നും അല്ല ജനങ്ങൾ ലാലേട്ടനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താ, അതാണ് ജനങ്ങൾ കൊടുക്കുന്നത്. നിങ്ങൾ ഈ ആദ്യ ഹലാക്കിലെ കോമഡി ഒക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് വല്ലാണ്ട് അങ്ങോട്ട് ദഹിക്കില്ല. അപ്പൊ അതുകൊണ്ട് ലാലേട്ടന്റെ ആ മാസ് പെർഫോമൻസ് ആണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ ആ മാസ് പെർഫോമൻസ് എന്തായില്ല, ഇവിടെ ഇല്ല. ലാലേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികൾക്ക് പറയേണ്ട ആവശ്യമില്ല ആരാണ് ലാലേട്ടൻ. അപ്പൊ ലാലേട്ടനെ മൊത്തത്തിൽ എന്താക്കി, ആകെ അഴിഞ്ഞടിപ്പിച്ചത് ആകാണ്ട് കൊളാക്കി. കോമഡി ഒരു എന്താ പറയാ, ഒരു ഏൽക്കാത്ത കോമഡി എന്നൊക്കെ പറയില്ലേ, ഒരു വലിപ്പം കോമഡി എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനത്തെ ലെവലിലേക്കാക്കി. ദിലീപിന്റെ സിനിമകൾ ഇറങ്ങി പൊട്ടിച്ച് പൊട്ടാനില്ല. അപ്പൊ ദിലീപ് ഒരു പുതിയൊരു പരീക്ഷണാടിസ്ഥാനത്തില് തോന്നുന്നു ഈ ഐറ്റംസ് ആയിട്ട് വന്നത് ബബ്ബബ്ബ. അപ്പൊ ബബ്ബബ്ബ എന്തായി, അതും മൂഞ്ചിപ്പോയി എന്നാണ് പറയുന്നത്. നല്ല സിനിമകൾ ചെയ്യാൻ അറിയാഞ്ഞിട്ടോ അല്ല, നല്ല സിനിമകൾ കിട്ടാഞ്ഞിട്ടോ അല്ല. ഈ ആദ്യ ഒലക്കൊല ഐറ്റംസ് ഒക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ജനങ്ങള് എന്താവില്ല, സ്വീകരിക്കില്ല. കോമഡി ചെയ്യാൻ ഈ മലയാള സിനിമയില് സിനിമ നായകന്മാരിൽ ഏറ്റവും അനുയോജ്യനായ താരാണ് ആര്, ദിലീപ് എന്ന് പറഞ്ഞാണ്. ദിലീപിനെ മോശമായിട്ടൊന്നും പറയാനൊന്നുമില്ല. മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കോമഡി ആയിട്ട് വരികയാണെന്ന് വെച്ചാൽ ജനങ്ങൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കും. പക്ഷെ ഇങ്ങനത്തെ അവിഞ്ഞ കോമഡി ആയി കഴിഞ്ഞാൽ, അവിയൽ പോലെ ആക്കി കഴിഞ്ഞാൽ എന്താവില്ല, അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. പണ്ടത്തെ ആൾക്കാരല്ലല്ലോ, പുതിയ ഫാമിലികളും അതുപോലെ തന്നെ യുവാക്കളൊക്കെ കോമഡി ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. പക്ഷെ കോമഡി ആയിട്ട് വരണം. ആ 1991 ആ ലെവലിലേക്കൊക്കെ പോയി കഴിഞ്ഞാലൊന്നും ആൾക്കാരിൽ അത് കേൾക്കില്ല. അപ്പൊ ബബ്ബബ്ബ മൊത്തത്തിൽ എന്തായി, മൂഞ്ചിപ്പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി അടുത്ത സിനിമ ഏതാ ഇറങ്ങണം എന്ന് നോക്കി കഴിഞ്ഞാൽ, ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതിനെക്കാട്ടും അടിപൊളിയായിട്ട് ഇറക്കുകയാണെങ്കിൽ വിജയിക്കും. ഇല്ലേന്നുണ്ടെങ്കിൽ ഇറക്കെ കായും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ഒക്കെ ഹലാക്കിന്റെ ഔലിസും ചാവും. അപ്പൊ പറഞ്ഞ പോലെ യോഗല്ലമ്മണിയെ പായണ്ട് മടക്കിക്കളന്ന് പറഞ്ഞിട്ട്. അപ്പോൾ മൊത്തത്തിൽ സിനിമനെ പറ്റിയിട്ടുള്ള റിവ്യൂ ആണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞത്. ഇപ്പൊ ഇതില് കൂടുതൽ ഡീഗ്രേഡ് ചെയ്തിട്ട് നമ്മൾ പറയാനൊന്നുമില്ല.
കാരണം സിനിമ നല്ലതാണെന്ന് വെച്ചെങ്കിൽ സിനിമ നല്ലതാണെന്ന് തന്നെ പറയണം. കണ്ടിരിക്കാം എന്നൊക്കെ പറയുന്നതിൽ എന്താ പറയുക, കണ്ടിരിക്കാം. സിനിമ എന്ത് ചെയ്യുക, കണ്ടിരിക്കാന്ന് പറയാം, അത്ര തന്നെ ഉള്ളൂ. അതായത് ഒരു കോമഡിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആഗ്രഹിച്ച് പോവുകയാണെന്ന് വെച്ചെങ്കിൽ അത് അവിഞ്ഞ കോമഡി കൂട്ടിയിട്ട് എന്ത് ചെയ്യേണ്ടി വരും, കണ്ടിരിക്കേണ്ടി വരും. അല്ലാണ്ട് ഇതിൽ പ്രത്യേകമായിട്ട് ഒന്നുമില്ല. ലാലേട്ടനും അതുപോലെ തന്നെ വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ, പിന്നെ നമ്മളെ അണ്ണൻ ദിലീപ്, ഇവരൊക്കെ പിന്നെ എന്താ പറയാ, ഒരു ആകെ കൂടുതലായിട്ട് വിശദീകരിച്ചിട്ട് എല്ലാരും കൂടിയിട്ട് ഒന്നല്ലാണ്ടാക്കി പറയില്ല. പക്ഷെ പടം മൊത്തത്തിൽ ഓവർ ഹൈപ്പ് കൊടുത്തു കഴിഞ്ഞാലുള്ള കുഴപ്പതാണ്. ഓവർ ഹൈപ്പായിട്ട് വന്നു കഴിഞ്ഞാൽ ഇതാണ്. അപ്പൊ മറ്റേ ക്രിസ്മസ് ആകെ തൂക്കി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വരവായിരുന്നു. ഏത് പടമായി കഴിഞ്ഞാലും അതിനെ ഡീഗ്രേഡ് ചെയ്യാൻ പാടില്ല, സംഭവം ശരിയാണ്. കാരണം ഡീഗ്രേഡ് ചെയ്യണത് ശരിയല്ല, എത്രയും കോടികൾ മുടക്കിയിട്ടല്ലേ. പക്ഷെ ഓവർ ഹൈപ്പായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ പടത്തിൽ ഉള്ളത് പോലെ പറയണം. ഇല്ലാന്നുണ്ടെച്ചെങ്കിൽ പറഞ്ഞില്ല എന്നുണ്ടെച്ചെങ്കിൽ നമ്മൾ വീഡിയോ ചെയ്യണൊരു കഥയില്ലല്ലോ, ഉള്ളത് പോലെ തന്നെ പറയണ്ട. ഷാൻ റഹ്മാനും അതുപോലെ നമ്മളെ ഗോപിയേട്ടൻ ഓൾറെഡി ആകെ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാണ്ട് എന്തൊക്കെ കാട്ടിക്കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ കാട്ടിക്കൂട്ടാൻ നിൽക്കണ്ട. സിനിമ കാണാൻ ആഗ്രഹമുള്ളവരൊക്കെ പോയി സിനിമ കണ്ടോളി, തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണണം. കാരണം ഇതൊക്കെ മറ്റേ മൊബൈലിലും അതുപോലെ തന്നെ വീട്ടിലൊക്കെ OTT വന്നിട്ട് ഇരുന്ന് കാണാൻ നിൽക്കാണ്ട് നല്ലത് തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് ഏറ്റവും നല്ലത്. അത് ഏത് സിനിമയാണ് വെച്ചെങ്കിൽ. അപ്പോൾ തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നേരെ വണ്ടി വിട്ടോളി, മറ്റേ സിനിമ കണ്ടോളി, എൻജോയ് ചെയ്തോളി. എൻജോയ് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങളെ രീതിയിൽ എൻജോയ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.